കഥ മാളൂന്റെ വേനലവധി. മാർച്ച് മാസത്തിലെ ചൂടിൽ അവസാനത്തെ പരീക്ഷാ മണി മുഴങ്ങുമ്പോൾ സ്കൂൾ വരാന്തയിലൂടെ ഓടിയിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് മാളൂന്. ബാഗിലെ പുസ്തകങ്ങൾക്കും പെൻസിൽ ബോക്സിനും അന്ന് ഭാരമില്ലാതാകും. വീട്ടിലെത്തിയാൽ പിന്നെ മാളൂന്റെ ആകെയുള്ള ലക്ഷ്യം മുത്തശ്ശിയുടെ വീട്ടിൽ പോണം എന്നാണ്. പടിപ്പുര കടന്ന് പൊടി പറത്തുന്ന റോഡിലൂടെ കിതച്ചു വരുന്ന ആ ചുവന്ന KSRTC ബസ്സായിരുന്നു അന്നത്തെ അവളുടെ വിമാനം. ജനലരികിലെ സീറ്റിന് വേണ്ടിയുള്ള തല്ലുപിടുത്തവും ടിക്കറ്റ് മെഷീന്റെ കിരുകിരാ ശബ്ദവും ഇടയ്ക്കിടെ വന്ന് മുഖത്തടിക്കുന്ന ചൂട് കാറ്റും ഒരു വല്ലാത്ത താളമായിരുന്നു. ബസ്സിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പിന്നിലേക്ക് മറയുന്ന ഓരോ മരങ്ങളും മാളുവിനെ വലിയ അവധിക്കാലത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. പൊടി ഉയരുന്ന ഇടവഴികളിലൂടെ നടന്ന് ആ തറവാടിന്റെ പടിപ്പുര കടക്കുമ്പോ തന്നെ ഒരു പ്രത്യേക മണം അവളെ എതിരേൽക്കും. അത് ഉണക്കാൻ വെച്ചിരിക്കുന്ന കൊപ്രയുടെയോ പറമ്പിലെ കരിയിലകൾ കത്തുന്നതിന്റെയോ അല്ലെങ്കിൽ അമ്മൂമ്മ അടുക്കളയിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന ഉപ്പേരിയുടെയോ മണമായിരിക്കും. മുറ്റത്തെ ചാരുകസേരയിൽ പത്രം വായിച്ചിരിക്കുന്ന മുത്തശ്ശൻ പതുക്കെ കണ്ണട താഴ്ത്തി നോക്കുമ്പോൾ അകത്ത് നിന്ന് അമ്മൂമ്മയുടെ ആ ചോദ്യം വരും, എന്റെ കുട്ടിയോൾ എത്തിയോ? ആ വെളിയിൽ തീരുന്നതായിരുന്നു പരീക്ഷാകാലത്തെ സകല ടെൻഷനുകളും. പിറ്റേന്ന് വെളുപ്പിന് തുടങ്ങുകയായി കളികളുടെ ഘോഷയാത്ര. അന്നത്തെ അവരുടെ ഏറ്റവും വലിയ നിധി അപ്പൂപ്പൻ താടികളായിരുന്നു. ആകാശത്ത് പറന്ന് നടക്കുന്ന ആ വെള്ള പഞ്ഞിക്കൂട്ടങ്ങളെ പിടിക്കാൻ മുറ്റത്തൂടെ ഓടുമ്പോൾ അവളും കൂട്ടുകാരും കരുതിയിരുന്നത് അത് പിടിച്ചാൽ ഭാഗ്യം വരുമെന്നാണ്. അപ്പൂപ്പൻ താടി എന്റെ വീട്ടിൽ വിരുന്നിന് വരുമോ എന്ന് ചോദിച്ച് അതിനെ ഉള്ളം കൈക്കുള്ളിൽ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. അത് പറത്തിവിടുമ്പോ ആ പഞ്ഞി നൂലുകൾ കാറ്റിൽ ഒഴുകി പോകുന്നത് നോക്കി നിൽക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. മുറ്റത്തെ വാഘമരം വന്ന് ചുവന്ന് പൂത്തു നിൽക്കുകയായിരിക്കും. ആ പൂക്കൾ വിടർത്തി അതിന്റെ ഇതളുകൾ നഖത്തിലൊട്ടിച്ച് പ്രേതനഖങ്ങൾ ഉണ്ടാക്കി മാളുവും ഇളയമ്മയുടെ മോൻ ചന്തുവും പരസ്പരം പേടിപ്പിക്കും. വിരലുകളിലൊക്കെ ചുവന്ന നഖങ്ങളുമായി നിൽക്കുന്ന ആ കുട്ടിപ്പടയെ നോക്കി അമ്മൂമ്മ വലിയൊരു ചിരി ചിരിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞാൽ കളി മാറും. ചിരട്ടകളിൽ മണ്ണ് നിറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ച് അത് കമഴ്ത്തി വെച്ച് പുട്ടുണ്ടാക്കും. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ആ പുട്ടുകൾക്കാണ് ലോകത്തെ ഏറ്റവും വലിയ രുചിയെന്ന് ആ കുട്ടിക്കൂട്ടം വിശ്വസിച്ചിരുന്നു. ഒരു കൈയിൽ ചതഞ്ഞ ചിരട്ടയും മറുകൈയിൽ മണ്ണുമായി മാളും കൂട്ടരും വലിയൊരു പാചകക്കാരായി മാറും. പറമ്പിന്റെ ഒരറ്റത്ത് വലിയൊരു കശുവണ്ടി മാവുണ്ട്. താഴെ വീണുകിടക്കുന്ന കശുവണ്ടികൾ പെറുക്കിക്കൂട്ടി ഉണങ്ങിയ മടലുകൾ കൊണ്ട് തീ കൂട്ടി അതിലിട്ട് ചുട്ടെടുക്കും. എല്ലാത്തിനും അമ്മൂമ്മ കൂടെ ഉണ്ടാവും. വേവ് നോക്കി അമ്മൂമ്മ കരി പുരണ്ട കൈകൾ കൊണ്ട് ആ ചുട്ട കശുവണ്ടി പരിപ്പ് അടിച്ചു പൊട്ടിച്ചു. നോക്കിയിരുന്ന് നാവിൽ വരുന്ന വെള്ളമിറക്കാൻ പെടാപാടുപെടുന്ന കുട്ടിപ്പടക്ക് തർക്കമില്ലാതെ വീതം വെക്കുമായിരുന്നു അവർ. ലോകത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അഴിമതിയില്ലായ്മ ആ വീതം വെപ്പിൽ മാളുവും കൂട്ടരും കണ്ടിരുന്നു. ഉച്ചവെയിലാവുമ്പോൾ കളി മാവിൻ ചുവട്ടിലേക്ക് മാറും. മുറ്റത്തെ ആ വലിയ നാട്ടുമാവിൽ കല്ലെറിയുന്നതായിരുന്നു അന്നത്തെ പ്രധാന യുദ്ധം. ഏറ്റവും ഉയരത്തിലുള്ള മാങ്ങ വീഴ്ത്തുന്നവൻ അന്നത്തെ ഹീറോയാണ്. വീണു കിട്ടുന്ന പച്ചമാങ്ങകൾ ചെത്തി അരപ്പല കൊണ്ടുണ്ടാക്കിയ അടുക്കളയിലെ ഷോക്കേസിലിരിക്കുന്ന ഉപ്പും മുളകുപൊടിയും അല്പം വെളിച്ചെണ്ണയും അമ്മൂമ്മയോട് കെഞ്ചി വാങ്ങി വലിയ കുഴിയുള്ള പാത്രത്തിലിട്ട് ഇളക്കി കുഴച്ചു കഴിക്കുമ്പോ മാളൂന്റെയും കൂട്ടരെയും കണ്ണ് നിറയും. മൂക്കീന്നും വെള്ളം വരും. എങ്കിലും ആ മാങ്ങ തിന്നു തീർക്കാതെ അവർ എഴുന്നേറ്റിരുന്നില്ല. മഴ പെയ്യാൻ തുടങ്ങുമ്പോ ചേമ്പിലകൾ കുടകളായി മാറും. വലിയ ചേമ്പില പറിച്ചെടുത്ത് അതിൽ വീഴുന്ന മഴത്തുള്ളികളെ രസക്കല്ലുകൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിക്കളിക്കുന്നത് എത്ര കണ്ടിരുന്നാലും മതിയാവില്ലായിരുന്നു മാളൂന്. വെള്ളം ഒട്ടും നനയാത്ത ആ ചേമ്പിലയുടെ വിസ്മയം അന്ന് അവൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. വൈകുന്നേരമായാൽ മുറ്റത്തെ മണ്ണിൽ ചെറിയ കുഴികൾ കുത്തി അവർ കോട്ടിയിട്ട് കളിക്കും. കൃത്യമായി കുഴിയിലേക്ക് കോട്ടി എത്തിക്കുന്ന രാഹുലിന്റെ ആ ഉന്നം ഇന്നും മാളു ഓർത്തിരിപ്പുണ്ട്. പിന്നെ ചന്തുവിന്റെ കൂടെ മാളു പമ്പരം കറക്കാൻ തുടങ്ങും. ചുറ്റി ആഞ്ഞു വിടുമ്പോ മണ്ണിൽ ഉറങ്ങി നൃത്തം ചെയ്യുന്ന ആ പമ്പരം അത് ചന്തു അവളുടെ കൈവെള്ളയിലേക്ക് എടുത്തു വെക്കും. കറങ്ങുന്ന പമ്പരം കൈവെള്ളയിൽ ഇരുന്ന് തരിക്കുമ്പോ മാളു കണ്ണുകൾ മുറുക്കെ ചിമ്മും.
അത് കണ്ട് കൂട്ടുകാരൻ കുടുകുടാന്ന് ചിരിക്കും. ആളും കൂട്ടരും വന്നാ പിന്നെ അതുവരെ ഒഴിഞ്ഞുകിടന്ന മുത്തശ്ശിയുടെ വീടുമുറ്റം പിന്നെ അയൽപ്പക്കത്തെ കുട്ടികളെ കൊണ്ട് നിറയും. മുറ്റത്ത് കളം വരച്ച് കക്ക് കളിക്കുന്ന തിരക്കിലായിരിക്കും പിന്നെ എല്ലാരും. ഒറ്റക്കാലിൽ ചാടി ചാടി ആ കല്ല് ഓരോ കള്ളിയിലേക്കും നീക്കുമ്പോൾ കിട്ടുന്ന ഏകാഗ്രത മാളുവിനും കൂട്ടർക്കും വലിയൊരു പാഠമായിരുന്നു. സന്ധ്യയാകുമ്പോൾ മുത്തശ്ശൻ വിളക്ക് കൊളുത്താൻ പറയും. നാമം ചൊല്ലടാ മക്കളെ എന്ന മുത്തശ്ശന്റെ ആ വിളി കേട്ടാൽ പിന്നെ എല്ലാവരും ഉമ്മറത്ത് വരി വരിയായിരിക്കും. നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചുകളിയുടെ നേരമാണ്. തറവാട്ടിലെ വലിയ മരക്കോണിക്ക് താഴെയും ഇരുട്ടുള്ള പത്തായപ്പുരയിലും പഴയ അലമാരകൾക്ക് പിന്നിലുമൊക്കെ അവർ ഒളിച്ചിരിക്കും. രാത്രിയിൽ ഊണ് കഴിഞ്ഞ് നിലത്ത് വലിയ പായകൾ വിരിച്ച് എല്ലാവരും വരിവരിയായി കിടക്കുമ്പോൾ അമ്മൂമ്മ പറഞ്ഞു തരുന്ന യക്ഷിക്കഥകൾ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. 2 മാസം എങ്ങനെ പോയെന്ന് അവൾക്കറിയില്ല. മെയ് മാസത്തിന്റെ അവസാനത്തിൽ മാനത്ത് കാർമേഘങ്ങൾ കാണുമ്പോൾ മാളുവിന്റെ നെഞ്ചിലൊരു വിങ്ങൽ തുടങ്ങും. യൂണിഫോമും പുതിയ ബാഗും കുടയും വാങ്ങാൻ അച്ഛനെത്തുമ്പോൾ അവൾക്കറിയാം ഈ സ്വർഗത്തിൽ നിന്നുള്ള മടക്കയാത്രക്ക് സമയമായെന്ന്. വന്നപ്പോഴുണ്ടായിരുന്ന ബാഗിന് തിരികെ പോകുമ്പോൾ ഭാരം കൂടും. അതിൽ അമ്മൂമ്മ കെട്ടിത്തന്ന ചക്ക വരട്ടിയതും ഉപ്പേരിയും മാത്രമല്ല, അടുത്ത പരീക്ഷാകാലം വരെ ഓർത്തു വെക്കാനുള്ള ഒരു പിടി ഓർമ്മകളും ഉണ്ടാകും. പടിപ്പുര ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണു തുടച്ചു നിൽക്കുന്ന അമ്മൂമ്മയുടെയും മുത്തശ്ശന്റെയും രൂപം ഇന്നും അവളുടെ മനസ്സിലൊരു നനവാണ്. ഇന്ന് ഓരോ തലമുറയും അവരുടേതായ രീതിയിൽ അവധിക്കാലം ആഘോഷിക്കുന്നുണ്ടാകാം. എങ്കിലും ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ജനലിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ മാളുവിന്റെ മനസ്സ് പഴയ മാഞ്ചോട്ടിലേക്ക് ഓടിച്ചെല്ലും. ആ പഴയ തറവാട് ഇന്നവിടെ ഉണ്ടാകില്ലായിരിക്കാം. അന്ന് കല്ലെറിഞ്ഞ അയൽപ്പക്കത്തെ കുട്ടികളെല്ലാവരും ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലായി തിരക്കുകളിലായിരിക്കും. എങ്കിലും എപ്പോഴെങ്കിലും തനിയെ ഇരിക്കുമ്പോൾ ആ പഴയ അവധിക്കാലത്തെ കുറിച്ച് ഓർത്താൽ മാളുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടരും. കാരണം ആ മാഞ്ചോട്ടിൽ അവൾ കളിച്ചു തീർത്തത് വെറുമൊരു വേനലവധിയല്ലായിരുന്നു, അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വസന്തമായിരുന്നു. കാലം എത്ര വേഗമാണ് നമ്മളെയൊക്കെ മുതിർന്നവരാക്കി മാറ്റിയത് അല്ലേ? മാഞ്ചോട്ടിലെ തണലിൽ നിന്ന് ഇന്ന് നമ്മൾ വലിയ കെട്ടിടങ്ങളിലേക്ക് മാറിയെങ്കിലും ആ പഴയ നാട്ടിൻ പുറത്തിന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. ഒരിക്കലും തിരികെ പോകാൻ കഴിയില്ലെന്നറിയുമ്പോഴാണ് പഴയകാല ഓർമ്മകൾക്ക് ഇത്രത്തോളം മധുരമുണ്ടാകുന്നത്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും നമ്മുടെയൊക്കെ മനസ്സിലെ ആ പഴയ കുട്ടിക്കാലം ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ അവധിക്കാല ഓർമ്മകൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മനോഹരമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us ബൈ മുഹഷിറ.